സംസ്ഥാനത്തെ ജയിലുകളിലെ സുരക്ഷയും ഭക്ഷണക്രമവും പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഇപ്പോഴിതാ അതിലെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ആഡംബര ഭക്ഷണം എന്നതിനേക്കാൾ തടവുകാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഭക്ഷണം നൽകാനുള്ള നീക്കം നടത്തുന്നതായി ജയിൽ മേധാവി DGP S ശ്രീജിത്ത് അറിയിച്ചതായുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ 869 തടവുകാരിൽ 265 പേർ മാനസിക രോഗങ്ങൾക്കും 15 പേർ HIV ബാധയ്ക്കും 18 പേർ TB തുടങ്ങിയ അസുഖങ്ങൾക്കും ചികിത്സ തേടുന്നവരാണ്. 88 പേർ നിത്യവും മരുന്ന് കഴിച്ചില്ലെങ്കിൽ ജീവൻ അപകടത്തിലാകുന്നവരാണ്. ഇവർക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന പോഷകാഹാരം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുവഴി സർക്കാരിന്റെ ചികിത്സാ ചെലവ് കുറയ്ക്കാൻ സാധിക്കുമെന്നതിനാലാണ് ഇത്തരമൊരു നീക്കം നടത്തുന്നത്. മട്ടൺ പോലുള്ള റെഡ് മീറ്റുകൾ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ദുർമേധസ്സിനും കാരണമാകുന്നതിനാലും വില കൂടുതലായതിനാലും അവ ഒഴിവാക്കി ശരീരത്തിന് ദോഷം വരാത്തതും സാമ്പത്തികമായി ലാഭകരവുമായ ഭക്ഷണരീതികൾ നടപ്പിലാക്കാനാണ് ശ്രമം. കേരളത്തിലെ ജയിലുകളിൽ തടവുകാർക്ക് മട്ടൺ പോലുള്ള ഭക്ഷണങ്ങൾ നൽകിയിരുന്നത് പണ്ട് മുതലുള്ള രീതിയായിരുന്നു. എന്നാൽ വില കൂടിയതും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതുമായ ഇത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കാനും പകരം ആരോഗ്യകരമായ പ്രോട്ടീൻ ലഭിക്കുന്നതിനായി ചിക്കനും മുട്ടയും നൽകുന്നത് പരിഗണിക്കാനുമാണ് ഇപ്പോൾ ജയിൽ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിലെ രീതി അനുസരിച്ച് ശനിയാഴ്ചകളിൽ തടവുകാർക്ക് നൽകി വരുന്ന മട്ടൻ കറി ഒഴിവാക്കും. പകരം പുതിയ മെനുവിൽ ചിക്കനും മുട്ടയും ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഭക്ഷണക്രമത്തിൽ മാത്രമല്ല ജയിൽ സുരക്ഷയിലും മാറ്റങ്ങൾ വരുമെന്നാണ് വിവരം. തടവുകാർ ജയിൽ ചാടുന്നതും തടവുകാർക്ക് ഫോണും മറ്റ് ആയുധങ്ങളും ഉൾപ്പെടെയുള്ളവ ലഭ്യമാക്കുന്നതും തടയുന്നതിനായാണ് ഇത്തരമൊരു നീക്കം. ജയിൽ സുരക്ഷയ്ക്കായി AI പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായവും കൂടുതൽ പ്രയോജനപ്പെടുത്തും. വിയൂർ ജയിലിൽ ഇതിനോടകം തന്നെ ഡ്രോൺ നിരീക്ഷണം പരീക്ഷിച്ചു കഴിഞ്ഞു. ഉദ്യോഗസ്ഥർ 24 മണിക്കൂറും CCTV ദൃശ്യങ്ങൾ നേരിട്ട് നിരീക്ഷിക്കുന്നതിന് പകരം AI ഉപയോഗിച്ച് ക്രിട്ടിക്കൽ ഇൻസിഡന്റുകൾ കണ്ടെത്താനുള്ള സംവിധാനം ഏർപ്പെടുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജയിലിനുള്ളിൽ കത്തി പോലുള്ള ആയുധങ്ങൾ കണ്ടെത്തുകയോ അല്ലെങ്കിൽ വലിയ തോതിലുള്ള കൂട്ടം ചേരലുകൾ ഉണ്ടാവുകയോ ചെയ്താൽ സിസ്റ്റം തന്നെ ഉടൻ ഉദ്യോഗസ്ഥർക്ക് അലർട്ടുകൾ നൽകും. സുരക്ഷാ കാര്യങ്ങൾ സാങ്കേതിക വിദ്യയ്ക്ക് വിട്ടു നൽകുന്നതിലൂടെ ഉദ്യോഗസ്ഥരുടെ സേവനം പൂർണ്ണമായും തടവുകാരുടെ മാനസിക പരിവർത്തനത്തിനായി പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നാണ് DGP S ശ്രീജിത്ത് പറയുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ കുറ്റവാളികളെ പാർപ്പിക്കുന്ന സ്ഥലങ്ങളെ മാനേജ്മെന്റ് ഏരിയ എന്നും ഉദ്യോഗസ്ഥരെ കറക്ഷണൽ സർവീസ് ഓഫീസേഴ്സ് എന്നുമാണ് വിശേഷിപ്പിക്കുന്നത്. ജയിൽ സുരക്ഷയ്ക്കും ഭക്ഷണക്രമത്തിനും ഒപ്പം തന്നെ സംസ്ഥാനത്തെ ജയിലുകളുടെ പേര് മാറ്റണമെന്ന അപേക്ഷയും ആഭ്യന്തര വകുപ്പിന് നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി VD സതീശനും ഇക്കാര്യം പരിഗണിച്ചു വരികയാണ്. തടവുകാരെ കേവലം പൂട്ടിയിടുക എന്നതിന് പകരം അവരുടെ വികാരങ്ങളെ കൃത്യമായി നിയന്ത്രിക്കുകയും സ്വഭാവ രൂപവൽക്കരണം നടത്തുകയും ചെയ്യുന്ന കറക്ഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളായി ജയിലുകൾ മാറണമെന്നാണ് DGP പറയുന്നത്. ജയിലിലെത്തുന്ന ഒരാളെ ആദ്യ ആഴ്ചയിൽ തന്നെ കൃത്യമായി വിലയിരുത്തി അയാളുടെ ശിക്ഷാ കാലാവധി തീരുന്നതുവരെയുള്ള ഓരോ ദിവസവും അയാൾ എന്തു ചെയ്യണമെന്ന് മുൻകൂട്ടി നിശ്ചയിക്കുന്ന രീതി നടപ്പാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. തടവുകാരെ ശിക്ഷാ കാലാവധിക്ക് ശേഷം സമൂഹത്തിന് ഉപകാരപ്രദമായ നല്ല പൗരന്മാരാക്കി മാറ്റുന്നതിൽ ഇത്തരം കറക്ഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. കുറ്റവാളികളെ വെറുതെ ശിക്ഷിച്ച് പാർപ്പിക്കുക എന്ന പഴയ രീതിക്ക് വിരാമമിട്ട് കേരളത്തിലെ ജയിലുകളെ തിരുത്തൽ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിനുള്ള ചുവടുവയ്പ്പാണ് ജയിൽ വകുപ്പ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ആരോഗ്യത്തിന് മുൻഗണന നൽകിക്കൊണ്ടുള്ള പുതിയ ഭക്ഷണ രീതിയും സർക്കാരിന്റെ സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിനൊപ്പം തന്നെ ജയിൽ ഭരണത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നാണ് വിലയിരുത്തൽ.